കെ.പി.സി.സി അധ്യക്ഷ മാറ്റത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടു. മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാർ അടക്കമുള്ളവരെ ടെലിഫോണിൽ വിളിച്ചു. കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റേണ്ടതുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരടക്കം ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചു. പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിലവിലെ അധ്യക്ഷൻ കെ സുധാകരന്റെ എതിർപ്പ് അവഗണിക്കാനാണ് തീരുമാനം. ആന്റണിയുടെ പേരിന് തന്നെയാണ് മുൻതൂക്കം. കേരളത്തിന്റെ ചുമതലയിൽ നിന്നും ദീപാദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യവുമായി സുധാകര പക്ഷവും രംഗത്തെത്തി. അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വത്തിൽ UDF ഘടകകക്ഷികളും ആശങ്ക അറിയിച്ചു. തനിക്ക് പറയാനുള്ളതെല്ലാം നാളെ പറയാമെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. അതേസമയം കെ.പി.സി.സി അധ്യക്ഷ മാറ്റത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ വിസമ്മതിച്ചു. കേരളത്തിന്റെ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തനിക്കും സഹോദരി പ്രിയങ്കയ്ക്കും അവസാന അത്താണിയായി മാറിയ വയനാട് ഉൾപ്പെടുന്ന കേരളത്തിൽ ഇനിയൊരു പരാജയം പാർട്ടിക്ക് താങ്ങാനാവില്ലെന്ന് രാഹുൽ കരുതുന്നുണ്ട്. മുൻ പ്രസിഡന്റുമാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളെയാണ് രാഹുൽ വിളിച്ച് സംസാരിച്ചത്. നിലവിലുള്ള സാഹചര്യത്തിൽ സുധാകരനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നത് ശരിയല്ലെന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റണിയെയും സണ്ണി ജോസഫിനെയും കൊണ്ടുവരുന്നത് ചില മതസംഘടനകൾക്ക് വഴങ്ങുന്നതായി വ്യാഖ്യാനിക്കപ്പെടാമെന്നുമുള്ള നിലപാടാണ് മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയെ ബാധിക്കുന്ന ഒരു തീരുമാനവും എടുക്കരുതെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് K സുധാകരൻ പരസ്യ പ്രസ്താവന നടത്തിയതോടെയാണ് നേതൃമാറ്റ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായത്. ഇരു നേതാക്കൾക്കും പൊതുജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഇടയിൽ വേണ്ടത്ര സ്വീകാര്യതയോ ജനസ്വാധീനമോ ഇല്ല. അനുഭവ സമ്പത്തിന്റെ കുറവുണ്ട്. ഇതെല്ലാം മൂലം അടുത്തു നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെയോ UDFനെയോ നയിക്കാനാകുമോ എന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനെ സംശയം അറിയിച്ചു. മാത്രമല്ല, ഇവരിൽ ആരെയെങ്കിലും പ്രസിഡന്റ് ആക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയേക്കുമെന്ന പ്രചരണങ്ങൾക്കിടെ പ്രതികരണവുമായി K സുധാകരൻ ദിവസങ്ങൾക്ക് മുൻപ് രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് സുധാകരൻ പറയുകയുണ്ടായി. മാധ്യമങ്ങളാണ് കെ.പി.സി.സി നേതൃമാറ്റത്തെക്കുറിച്ച് വാർത്തയുണ്ടാക്കുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമായിരുന്നു ചർച്ച എന്നും സുധാകരൻ എടുത്തു പറഞ്ഞു. തന്നെ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നൊരു ഫീൽ ഉണ്ടായിട്ടില്ല എന്നും അത്തരത്തിൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എവിടെ നിന്നാണ് പുതിയ പേരുകൾ വരുന്നത് എന്ന് തനിക്കറിയില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. താൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറയുന്നവർ വഷളന്മാരാണ്. ആ പ്രചരണം അവർ സ്വയം നിർത്തണം. അത്തരം പ്രചരണം നിർത്താൻ താൻ യാചിക്കില്ല എന്നും കെ.പി.സി.സി കാര്യങ്ങൾ നോക്കാൻ M ലിജുവിനെ താനാണ് നിശ്ചയിച്ചത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സുധാകരൻ എടുത്തു പറയുകയുണ്ടായി.